അസ്സലാമലൈക്കും, നമസ്കാരം, വണക്കം. ഞാൻ നിഷാദ് മിമിക്സ് വിവി സ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കടന്നു പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നുണകളുടെ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകണം അല്ലേ. നുണക്കഥകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഈ കാലഘട്ടം. എത്ര എത്ര കാരണങ്ങളാണ് നമ്മൾ വാട്സപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെ അങ്ങനെ കടന്നു പോകുന്നത്. പക്ഷെ നമ്മൾ കുറെ അതങ്ങനെ കടന്നു പോകുമ്പോൾ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവും, അതങ്ങനെയല്ല ഇങ്ങനെയായിരുന്നു എന്ന് അല്ലേ. എത്ര എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞ ഈ കള്ളങ്ങൾ നമുക്ക് തുടക്കം മുതലേ നമുക്ക് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ജനിച്ചിട്ട് നമുക്ക് ഒരു 1-2 വയസ്സ് മുതലേ നമുക്ക് കള്ളങ്ങൾ നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിക്കുമോ? ഉദാഹരണം പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾ തന്നെയാണ് നമുക്ക് കള്ളം ഫസ്റ്റ് നമുക്ക് പറഞ്ഞു തന്നത് അല്ലേ. ഒരിക്കലും നമ്മളവിടെ കുറ്റപ്പെടുത്തുന്നില്ല. ഓക്കെ, നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ജീവന്റെ ജീവനാണ്, അതൊരിക്കലും നമ്മൾ മറക്കില്ല. കാരണം നമ്മുടെ മാതാപിതാക്കൾ തന്നെ നമ്മുടെ സ്വന്തം, നമ്മുടെ ജീവൻ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ അവർ തന്നെ, അവർ കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഉള്ളൂ, അവർ കഴിഞ്ഞിട്ടുള്ളൂ, വേറെ കാര്യം. ഓക്കെ, പക്ഷെ ഞാനൊരു അതിന്റെ ഒരു ലെവൽ കടന്നു പോകുന്നത് പറഞ്ഞു പോകണം. ഓക്കെ, ഉദാഹരണത്തിന് ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിളോട് നമുക്ക് കടന്നു പോകാം. ഓക്കെ, ചെറിയ എക്സാമ്പിളോട് നമുക്ക് ഇങ്ങനെ കടന്നു പോകാം. ചെറുതിൽ നമ്മൾ പിന്നെ ഒരു 1-2 വയസ്സാകുമ്പോൾ ഓക്കെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം, നമുക്ക് വാശി, ആ ഒരു സമയമാണ് അല്ലേ. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ പറയുമ്പോൾ ഉപ്പ ഉമ്മ നമുക്ക് പറയും, നമ്മളോട് പറയും, മോളെ അല്ലെങ്കിൽ മോനെ ഭക്ഷണം കഴിച്ചോ, കൂക്ക് വരും, നായ വരും, പിന്നെന്താണ് അങ്ങനെ പറഞ്ഞ നമ്മളല്ലേ, നമ്മളങ്ങനെ പറഞ്ഞു പറ്റും. സത്യത്തിൽ അവരങ്ങനെ ഉണ്ടോ? ഈ പറഞ്ഞ കൂക്ക് പറഞ്ഞ് ഞാൻ ഈ സമയം വരെ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ കൂക്ക് പറഞ്ഞ സംഭവം എന്താണെന്ന് നമുക്ക് ഇവർ അറിയില്ല അല്ല, അതാണ് സംഭവം അല്ലേ. അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് നേരം നമ്മൾ കള്ളം കേട്ട് തുടങ്ങി. കൂക്ക് വരും, അല്ലെങ്കിൽ നായ വരും, അതല്ലെങ്കിൽ എന്തെങ്കിലും കള്ളം വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കുറുക്കം വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കള്ളം പറഞ്ഞിട്ട് നമ്മുടെ ഭക്ഷണം നമ്മൾ കഴിപ്പിക്കുന്നു അല്ലേ. സത്യമല്ലേ? അത് കഴിഞ്ഞ് ഒരു നഴ്സറി കാലഘട്ടമായി, ബാലവാടി അല്ലെങ്കിൽ നഴ്സറി ആ ഒരു കാലഘട്ടത്തിൽ എത്തി. ഈ പറഞ്ഞ പോലെ നമ്മൾ സ്കൂളിലേക്ക് പോകാൻ മടിയാവുന്നു അല്ലേ. സ്കൂളിലേക്ക് പോകുന്ന മടി, അല്ലെങ്കിൽ സ്കൂളിലേക്ക് അല്ലെങ്കിൽ ബാലവാടിയിലേക്ക് നഴ്സറിയിലേക്ക് പോകുന്ന ഒരു മടിയുള്ള സമയത്ത് അപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ പറയും, പിന്നെ അയാൾ വരും, അയാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ തല്ലും, അല്ലെങ്കിൽ അയാളെ നമ്മളെ കുറുക്കം വരും, അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കും. അതും ഒരു കള്ളാണല്ലേ. അല്ല, ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം കേട്ടോ. നമ്മൾ ജീവിച്ച് വന്ന് ഈ ഒരു സമയം വരുത്തി എന്ന ഒരു ലെവലിൽ നമ്മൾ കള്ളങ്ങൾ എങ്ങനെ നമുക്ക് മുന്നിലൂടെ വന്നു പോയി എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ, ഒന്നാമത്തെ മാതാപിതാക്കൾ അവർ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകാൻ വേണ്ടി നമ്മൾ ചെറിയൊരു കള്ളങ്ങൾ അവർക്ക് പറഞ്ഞിട്ട് നമ്മളെ സ്കൂളിലേക്ക് പോകുന്നു, വിശ്വസിപ്പിച്ച് നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്നു. ഐസ്ക്രീം വാങ്ങിച്ചാരാ, മിഠായി വാങ്ങിച്ചാരാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നു. തിരിച്ചു വരുമ്പോൾ അപ്പോൾ അത് മറന്നു പോകും അല്ല. അപ്പോൾ അത് ചെറിയൊരു കള്ളം നമുക്ക് പറഞ്ഞു തന്നു. ഓക്കെ, പിന്നീട് നമ്മൾ എന്ത് ചെയ്ത് സ്കൂളിൽ ഒരു 6-7 ആ ഒരു പഠിക്കുന്ന ഒരു കാലഘട്ടത്തേക്ക് എത്തി. ഓക്കെ, തീർച്ചയായും ടീച്ചർമാർ നമ്മളെ തല്ലുന്നു, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലേക്ക് പോകാൻ നേരം വൈകി, അല്ലെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ സ്കൂളിലേക്ക് പോയില്ല, പിറ്റേ ദിവസം നമ്മളെ ടീച്ചറെ ചോദ്യം ചെയ്യുന്നു. ടീച്ചർ പറയും, എന്തുകൊണ്ട് വൈകി? എൻ്റെ കല്യാണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പോകാണ്ടായിരുന്നു, എനിക്ക് പനിയായിരുന്നു, അല്ല ജലദോഷമായിരുന്നു, തലവേദനയായിരുന്നു, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, മടിയായിരിക്കാം. പക്ഷെ നമ്മൾ അവിടെ കള്ളം പറഞ്ഞു തുടങ്ങി അല്ല. ടീച്ചറോട് നമ്മൾ കള്ളം പറഞ്ഞു, ഇവിടെ പിന്നെ പനിയാണ്, ജലദോഷമാണ്, അല്ലെങ്കിൽ തലവേദനയാണ്, സ്കൂളിൽ കല്യാണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കല്യാണം മരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ടീച്ചറെ നമ്മൾ വിശ്വസിപ്പിച്ച് നമ്മൾ അവിടെ കള്ളം പറഞ്ഞു തുടങ്ങി. ഓക്കെ, പുള്ളി പറഞ്ഞു പോകുന്നില്ല, ജസ്റ്റ് ഒരു ഉദാഹരണം, കടന്നു പോകുന്ന വഴി ഇങ്ങനെ പോകണം. ഓക്കെ, അത് സ്കൂൾ കാലഘട്ടം കഴിഞ്ഞു. പിന്നീട് നമ്മൾ എന്തായി, കോളേജിലെത്തി. ഓക്കെ, ടീനേജ് ആയി. ഓക്കെ, ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്ന രീതിയിലൊക്കെ എത്തുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തി. ഇതുപോലെ തന്നെ വീട്ടിലേക്ക് പോകാൻ നേരം വൈകി, അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് വരാൻ വൈകി. ചോദിക്കും, എവിടെയായിരുന്നു? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. വീട്ടിലെത്തി പറഞ്ഞാൽ, അല്ലെങ്കിൽ ടീച്ചറോട് പറഞ്ഞു, ഇവിടെ ഇന്ന് കുറച്ച് സമയം വൈകുന്ന, കുറച്ച് നേരം വൈകി, പിന്നെ കല്യാണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പിന്നെ വേറെ സ്ഥലത്തേക്ക് പോകാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ ബൈക്ക് കേട് വന്നു, കാറിന് പെട്രോൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലുള്ള കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ടീച്ചർമാരെ പറ്റിക്കുന്നു. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വരുന്ന വഴിക്ക് കൂട്ടുകാരെ കണ്ടു സംസാരിച്ചു എന്നൊക്കെ പറയും. ഒരു പക്ഷേ അവർ ചിലപ്പം ബോയ് ഫ്രണ്ട് കൂടെ ഗേൾ ഫ്രണ്ട് കൂടെ അങ്ങനെ കറങ്ങാൻ പോയതായിരിക്കാം. കാരണം അവരുടെ ഏജ് അങ്ങനെയാണ്, ടീനേജ് ആ ഒരു സമയമാണ്. ഓക്കെ, അപ്പോൾ അതും ഒരു കള്ളമായിട്ട് മാറി അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ ഈ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അവരെ കല്യാണം കഴിച്ചു വിചാരിക്കാം. ഓക്കെ, കല്യാണം കഴിച്ചു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കള്ളങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ വരുന്നു. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കള്ളങ്ങൾ തന്നെ പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുന്നു അല്ലേ. ഒരു കള്ളം പറയാൻ വേറെ കള്ളം, ആ കള്ളം പറയാൻ വേറെ കള്ളം, കള്ളങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ആയിരിക്കും അവിടെ അല്ലേ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ആരെങ്കിലും ചേട്ടാ എനിക്ക് കുറച്ച് പൈസ വേണം, അപ്പോൾ എന്തിനാണ് ചോദിച്ചാൽ എന്തെങ്കിലും കാരണങ്ങൾ പറയും. ചിലപ്പോൾ ആ പൈസ വെച്ചിട്ട് ചിലപ്പം അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു കള്ളം പറഞ്ഞിട്ട് കാശ് വാങ്ങുന്നു. തിരിച്ചിങ്ങോട്ട് ഭാര്യമാർ പറയും, എങ്ങനെ പോയിരുന്നു, ഞങ്ങൾ ഇന്ന് ഈ സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോയി. ചിലപ്പോൾ അവർ കറങ്ങാൻ പോയതാ, കൂട്ടുകാരന്മാർ കൂടെ കറങ്ങാൻ പോയതായിരിക്കും ചിലപ്പം, അല്ലെങ്കിൽ വേറെ നിങ്ങൾക്ക് അങ്ങനെ കേട്ട് പോയതായിരിക്കാം. അതൊരു കള്ളങ്ങളല്ല. അങ്ങനെ കള്ളങ്ങൾ പറഞ്ഞ് നമ്മൾ ഭാര്യനെയും ഭർത്താവിനെയും അങ്ങോട്ട് പറ്റിക്കുന്നു. അപ്പോൾ അതും കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വൈഫും ഹസ്ബൻഡും കഴിഞ്ഞ് പിന്നെ അവർക്ക് മക്കളുണ്ടാവുമെന്ന് വിചാരിക്കുക. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നു. ഈ പറഞ്ഞ മാതിരി അവരുടെ കുഞ്ഞുങ്ങളിട്ട് ആരോപിച്ച് ഈ പറഞ്ഞ മാതിരി ആ കുഞ്ഞിന് 1-2 വയസ്സാകുന്നു. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ പറഞ്ഞ കാര്യം ഓർക്കും. ഏത്? അന്ന് കൂക്ക് വരും, നായ വരും, കുറുക്കം വരും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓർക്കും. ഇത് പറഞ്ഞതുപോലെ അന്നത്തെ ആ ഒരു സമയത്ത് നമ്മുടെ മക്കളോട് നമ്മൾ അങ്ങനെ പറയുന്നു, മോളെ എങ്കിൽ മോനെ ഭക്ഷണം കഴിച്ചോ, കൂക്ക് വരും, കുറുക്കം വരും. നമ്മൾ അന്ന് കേട്ട കള്ളം ഇന്ന് നമ്മൾ കല്യാണം കഴിച്ച് നമുക്കൊരു കുട്ടിയായിട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നു. അപ്പോൾ ഈ കള്ളത്തിന്റെ ഒരു റൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കള്ളങ്ങൾ പറഞ്ഞതല്ലേ.
അപ്പോൾ ഈ വാട്സപ്പിലേക്ക് വരുന്ന കള്ളങ്ങളും ഒരുപാട് കള്ളങ്ങൾ വാട്സപ്പിലും ഇതുപോലെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഫുള്ള് കള്ളങ്ങൾ തന്നെയാണ് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, വാട്സപ്പിൽ ഈടായിട്ട് ഇപ്പോൾ ഒരു ബാർബർ ഷോപ്പിൽ ഇരിക്കുന്ന ഒരാൾ, ഓക്കെ, അയാളുടെ ബാർബർ ഷോപ്പ്, ഇവിടെ നമുക്ക് ചിത്രം കാണാം, ഇവിടെ കാണാം, വീഡിയോ കാണാം, ഈ കളിയിൽ കണ്ട ഇയാൾ സംഭവം കാണാം, അവരെ മസാജ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കാരണം കുറച്ച് ഇയാൾക്ക് എന്തൊക്കെ ഒരു ബുദ്ധിമുട്ട് പോലെ ഇയാൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ അനുഭവിച്ച അയാൾ പെട്ടെന്ന് അയാൾക്ക് എന്തൊക്കെ സംഭവിച്ചിട്ട് അയാൾ പിന്നെ കൈയും കാലൊക്കെ ഇതാക്കിയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അയാൾ വെള്ളം കൊണ്ടേ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അയാൾ ഒരു മരിക്കുന്നത് പോലെ അവിടെ നിൽക്കുകയാണ്. സത്യത്തിൽ ഇത് സത്യമാണോ? ഇതൊരു നുണയായിട്ടുള്ള പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ വാട്സപ്പിൽ ഈ ഒരു വീഡിയോ. ഇതിന് സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇത് കണ്ട, ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട, ഇതാണ് ഒറിജിനൽ സംഭവം. ഇവർ ഇതിൽ പ്രാങ്ക് ചെയ്തൊക്കെയായിരുന്നു. അപ്പോൾ നമ്മൾ ഏത് വിശ്വസിക്കും ഇവിടെ? സത്യം പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി മാറി എന്നാണ് സത്യം അല്ലേ? എന്തായാലും വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് നമ്മുടെ ലോകം കടന്നു പോകുന്നത്. സത്യം ഏതാണ്, നുണ ഏതാണെന്നൊന്നും അറിയാത്തൊരവസ്ഥ. അപ്പം നമ്മൾ കടന്നു വരുന്ന ആ ഒരു ജനറേഷൻ അങ്ങനെ ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ? ഒരിക്കലും ഇതിൽ ഒരാളെയും ഇവിടെ കുറ്റപ്പെടുത്തുന്നില്ല, താഴ്ത്തി കെട്ടുന്നില്ല. ആരെയും ഒരു രീതിയിലും നമ്മളിവിടെ എന്താ പറയുക, താഴ്ത്തി കെട്ടുന്നില്ല തന്നെ പറയാം. ഓക്കെ. എന്തായാലും ഞാൻ ആ ഒരു സംഭവം പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കള്ളങ്ങൾ ഒരുപാട് ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു കമൻറ്റ് ബോക്സിൽ, പിന്നെയും പറയുന്നു, കമൻറ്റ് ബോക്സ് ഇപ്പോൾ ഇല്ലയെന്ന് പറയാം, 1-2 പേര് കമൻറ്റ് ബോക്സിൽ വന്നത്രേ ഉള്ളൂ. നിങ്ങൾ കാണുന്നവർക്കൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണേ. ലൈക്കൊന്നും ഇപ്പോൾ വരുന്നേ ഇല്ല. നിങ്ങൾ കാണുമ്പോൾ ലൈക്ക് ചെയ്തിട്ട് കാണും കേട്ടോ. ഓക്കെ, ആഗ്രഹമുണ്ട് ഈ വീഡിയോ ഇതുപോലൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാവരും മുന്നിലേക്ക് എത്തിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ 4-5 പേര്, 15 പേര്, അല്ലെങ്കിൽ 50 പേര്, എത്ര പേര് കാണുന്നവർ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു സംഭവം ഞാൻ വാട്സപ്പിൽ കണ്ടു നോക്കുമ്പോൾ ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ഓക്കെ, അപ്പോൾ കാണാം. ഓക്കെ, ബൈ.